തമിഴ്നാട്ടിലെ ശിവഗംഗ കസ്റ്റഡി മരണത്തിന്റെ അന്വേഷണം തമിഴ്നാട് സർക്കാർ CBIക്ക് വിട്ടു. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കൊല്ലപ്പെട്ട അജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SKN പ്രതിരോധത്തിന്റെ അവസാന കച്ചിത്തുരുമ്പ് നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഈ ശിവഗംഗ കസ്റ്റഡി മരണം എന്നുള്ളത് തമിഴ്നാട് സർക്കാരിന് വലിയ നാണക്കേടായി, പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടായി. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ നിന്നും പോലീസിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിമർശനം ഇന്ന് നേരിടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. കേസ് CBIക്ക് വിടുകയാണ്. കസ്റ്റഡിയിൽ വെച്ച് അജിത് കുമാർ മരിച്ചു, പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് അജിത് കുമാർ മരിച്ചു എന്ന് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ, തെളിവുകളെല്ലാം എതിരായ സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ CBIയുമായി സഹകരിക്കുമെന്നും ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും ഒപ്പമുണ്ടാകുമെന്ന് കൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, അതിനുശേഷം ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം ഈ മരിച്ച അജിത് കുമാറിന്റെ ബന്ധുക്കളുമായി മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അദ്ദേഹം ഫോൺ വിളിച്ച് സംസാരിച്ചു. മാത്രമല്ല, ഒരു മന്ത്രിയെ കൂടി അങ്ങോട്ട് അയക്കാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കൈപൊള്ളി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ മർദ്ദന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. അതിൽ അതിക്രൂരമായിട്ടാണ് ഇയാളെ പോലീസ് മർദ്ദിക്കുന്നത്. അത് സ്റ്റേഷനിൽ വെച്ചല്ല, കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് 1.5 മണിക്കൂർ വാനിൽ ചുറ്റിച്ച് ശേഷം ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെയും വെച്ച് ഇയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ അതനുസരിച്ച് വലിയൊരു മർദ്ദനം നടന്നതിൻ്റെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, തെളിവുകൾ കൂടി പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ മദ്രാസ് ഹൈക്കോടതി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CBCIയുടെ ഭാഗത്തു നിന്നൊരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെയും പിന്നാലെ ഇപ്പോൾ CBI അന്വേഷണം കൂടി വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മർദ്ദനം വ്യക്തമാകുന്നു. ഒപ്പം തന്നെ ഈ ചില തെളിവുകൾ, അതായത് ഈ മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ നിന്നും ആ CCTV ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ കൈക്കലാക്കി മടങ്ങിയിരുന്നു. പക്ഷേ പോലീസ് കണ്ടെടുത്ത സാധനങ്ങളുടെ പട്ടികയിൽ ഈ DVR ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ഗുരുതര വീഴ്ചയായിട്ട് കൂടി, പോലീസിൻ്റെ വലിയൊരു നാണക്കേടായി കൂടി, തങ്ങൾക്ക് പറ്റിയ ഒരു വലിയ തെറ്റ് അത് മറച്ചു വെക്കാനുള്ള ഒരു നീക്കം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് കോടതി വിമർശിച്ചിരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങളുടെ കൂരമ്പുകൾ വന്ന് ഏൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു രാഷ്ട്രീയ വിമർശന വിഷയമായി കൂടി നിലനിൽക്കും. SKN.